എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റ് അക്കാഡമിയുടെ ഓൺലൈൻ കണ്ടന്റ് സെക്ഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഏപ്രിൽ 24-ാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ്. അപ്പോൾ ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട നോട്ടുകൾ ടാലന്റ് അക്കാഡമി ടെലഗ്രാം ചാനലും അതുപോലെ തന്നെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാണ്. അതുപോലെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട എക്സാമുകൾ നിങ്ങൾക്ക് നിയാർ ആപ്പ് വഴി എഴുതി പരിശീലിക്കാവുന്നതാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് വഴി നിങ്ങൾക്ക് ചാനൽ ജോയിൻ ചെയ്യാം. അപ്പോൾ ഇതിന്റെ പ്രധാന ആനുകാലിക വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. LDC എക്സാമിനായിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായി ടാലന്റ് അക്കാഡമി LDC റാങ്ക് ഫയലും അതുപോലെ തന്നെ മുൻവർഷ ചോദ്യങ്ങളെ ആസ്പദമാക്കിയുള്ള LDC PQ റാങ്ക് ഫയലും പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീടിനടുത്തുള്ള ബുക്ക് സ്റ്റോളുകൾ വഴിയോ അല്ലെങ്കിൽ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളായ ആമസോൺ, ഫ്ലിപ്കാർട്ട് എന്നിവ വഴിയോ അല്ലെങ്കിൽ ടാലന്റ് അക്കാഡമിയുടെ വെബ്സൈറ്റായ talentkerala.com വഴിയോ നിങ്ങൾക്ക് ഇപ്പോൾ ഈ പുസ്തകങ്ങൾ സ്വന്തമാക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിന്ന് ചർച്ച ചെയ്യാനുള്ള ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഏപ്രിൽ 24-ന്റെ പ്രത്യേകതയാണ്. ഏപ്രിൽ 24 എന്ന് പറയുന്നത് ദേശീയ പഞ്ചായത്തി രാജ് ദിനം. അപ്പോൾ എന്താണ് ഏപ്രിൽ 24-ന്റെ പ്രത്യേകത? ദേശീയ പഞ്ചായത്തി രാജ് ദിനമാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ദിനാചരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അധികാര വികേന്ദ്രീകരണത്തിന്റെ നാഴികക്കല്ലായിട്ടുള്ള 73-ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്നത്. അപ്പോൾ എന്താണ് 73-ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്ന ഏപ്രിൽ 24 എന്തായിട്ട് എല്ലാ വർഷവും ദേശീയ പഞ്ചായത്തി രാജ് ദിനമായിട്ട് ആചരിക്കുന്നു. അപ്പോൾ വളരെ ക്ലിയർ ആയിട്ട് ഈ ഒരു കാര്യം ഒന്ന് ഓർത്തു വയ്ക്കുക. ഇനി നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാനുള്ള ആദ്യത്തെ പോയിന്റിലേക്ക് കടക്കാം. അതായത് 2024 ഏപ്രിലിൽ ബേപ്പൂർ തുറമുഖത്തെത്തിയ വിദേശ വിനോദയാത്രാ കപ്പൽ ഏതാണ്? അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞതാണ് നമ്മളൊരു വിദേശ വിനോദയാത്രാ കപ്പലിന്റെ പേരാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിവിടെ എന്താണ് അടുത്തിടെ ബേപ്പൂർ തുറമുഖത്ത് എത്തിയത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ആ ഒരു കപ്പലിന്റെ പേരെന്ന് ചർച്ച ചെയ്യുന്നത്. ഇവിടെ കപ്പലിന്റെ പേര് ഇതാണ് ലോഹൻക. എന്താണ് ലോഹൻക എന്ന് പറയുന്ന എന്താണ് ഒരു വിദേശ വിനോദയാത്രാ കപ്പൽ എന്ത് ചെയ്തു അടുത്തിടെ അതായത് 2024 ഏപ്രിൽ എവിടെ എത്തി? ബേപ്പൂർ തുറമുഖത്ത് എത്തി. അപ്പോൾ ഈ ഒരു കപ്പലിന്റെ പേരെന്ന് കാര്യമായിട്ട് ഓർത്തു വയ്ക്കുക. അടുത്ത നമുക്ക് നോക്കാനുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു നിയമനമാണ്. അതായത് അലിഗഡ് മുസ്ലിം സർവകലാശാലയുടെ ആദ്യ വനിതാ വൈസ് ചാൻസലർ ആരാണ്? അപ്പോൾ എന്താണ് പറഞ്ഞത്? അലിഗഡ് മുസ്ലിം സർവകലാശാലയുടെ എവിടെയാണ് അലിഗഡ് മുസ്ലിം സർവകലാശാല എന്ന് പറയുന്നത്? അത് ഉത്തർപ്രദേശിലാണ്. അപ്പോൾ ഉത്തർപ്രദേശിലെ അലിഗഡ് മുസ്ലിം സർവകലാശാലയുടെ ആദ്യ വനിതാ വൈസ് ചാൻസലർ ആരാണ്? അത് നൈമ ഖാത്തൂൻ. ആരാണ്? നൈമ ഖാത്തൂൻ ആണ്. ഈ പേര് കാര്യമായിട്ടൊന്ന് ഓർക്കുക. അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്പോർട്സ് അവാർഡാണ്. അതായത് ലോറൈസ് സ്പോർട്സ് അവാർഡ് 2024 ആണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. 2024 പ്രഖ്യാപിച്ച എന്താണ് ലോറൈസ് സ്പോർട്സ് അവാർഡ്സ്. അപ്പോൾ അതിലെ പ്രധാനപ്പെട്ട ചില കാറ്റഗറികളാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിലെ ആദ്യത്തെ കാറ്റഗറി നമുക്ക് നോക്കാം. ലോറൈസ് വേൾഡ് സ്പോർട്സ് മാൻ ഓഫ് ദ ഇയർ. അപ്പോൾ എന്താണ് ലോറൈസ് വേൾഡ് സ്പോർട്സ് മാൻ ഓഫ് ദ ഇയർ ആരാണെന്നാണ്? അത് നൊവാക് ജോക്കോവിച്ച്. ആരാണ്? നൊവാക് ജോക്കോവിച്ച് ആണ്. നമുക്കറിയാം ഇദ്ദേഹം എന്ന് പറയുന്നതാണ് ടെന്നീസ് താരമാണ്. ഏത് രാജ്യത്തെയാണ്? സെർബിയൻ ടെന്നീസ് താരമാണ്. ആരെന്ന് പറയുന്നത്? നൊവാക് ജോക്കോവിച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു നേട്ടത്തോടു കൂടി ഇദ്ദേഹം മറ്റൊരു റെക്കോർഡ് കൂടി സ്വന്തമാക്കിയിരിക്കുകയാണ്. അതായത് ഏറ്റവും കൂടുതൽ തവണ ലോറൈസ് വേൾഡ് സ്പോർട്സ്മാൻ ഓഫ് ദ ഇയർ അവാർഡ് സ്വന്തമാക്കിയ റോജർ ഫെഡററുടെ എന്താണ് നേട്ടത്തിനൊപ്പം എത്തിയിരിക്കുകയാണ് ആരെന്ന് പറയുന്നത്? നൊവാക് ജോക്കോവിച്ച്. അപ്പോൾ എന്താണ് ഇവിടെ ഒരു അപ്ഡേഷൻ ഉണ്ട്. അതായത് ലോറൈസ് വേൾഡ് സ്പോർട്സ്മാൻ ഓഫ് ദ ഇയർ അവാർഡ് ഏറ്റവും കൂടുതൽ നേടിയത് ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റോജർ ഫെഡററും അതുപോലെ തന്നെ നൊവാക് ജോക്കോവിച്ചുമാണ്. എത്ര തവണയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5 തവണയാണ്. എത്രയാണ്? 5 തവണയാണ്. വളരെ ക്ലിയർ ആയിട്ട് ഈ കാര്യം ഓർത്തു വയ്ക്കുക. അതായത് നൊവാക് ജോക്കോവിച്ച് ഇതിനു മുൻപ് ഈ ഒരു പുരസ്കാരം നേടിയിട്ടുള്ളത് ഏതൊക്കെ വർഷങ്ങളിലാണ്? അതായത് 2012, അതുപോലെ തന്നെ 2015, 2016, ഇനി അതുപോലെ തന്നെ 2019 ഈ വർഷങ്ങളാണ് എന്ത് ചെയ്തിട്ടുള്ളത്? നൊവാക് ജോക്കോവിച്ച് എന്ത് അവാർഡ്? ലോറൈസ് വേൾഡ് സ്പോർട്സ്മാൻ ഓഫ് ദ ഇയർ അവാർഡ് ഇതിന് മുൻപ് നേടിയിട്ടുള്ളത്. ഇപ്പോൾ എന്താണ് 2024 അവാർഡ് കൂടി നേടുമ്പോൾ ഇത്ര തവണയായി? 5 തവണയായി. അപ്പോൾ ഈ ഒരു കാര്യം വളരെ ക്ലിയർ ആയിട്ടൊന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക. ഇനി അടുത്ത കാറ്റഗറിയിലേക്ക് നമുക്ക് വരാം. അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് ലോറൈസ് വേൾഡ് സ്പോർട്സ് വുമൺ ഓഫ് ദ ഇയർ. അപ്പോൾ എന്താണ് ലോറൈസ് വേൾഡ് സ്പോർട്സ് വുമൺ ഓഫ് ദ ഇയർ ആരെന്നാണ്? അത് എയ്റ്റ്ന ബോൺമാറ്റി. ആരാണ്? എയ്റ്റ്ന ബോൺമാറ്റി ആണ്. ഈ താരത്തിന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. കാരണം എയ്റ്റ്ന ബോൺമാറ്റി ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഫുട്ബോൾ ആണ്. നമുക്കറിയാം അല്ലേ? നമ്മുടെ എയ്റ്റ്ന ബോൺമാറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എയ്റ്റ്ന ബോൺമാറ്റി എന്ന് പറയുന്നത് ഒരു സ്പാനിഷ് വനിതാ ഫുട്ബോളറാണ്. ആരെന്ന് പറയുന്നത്? എയ്റ്റ്ന ബോൺമാറ്റി. അതായത് 2023 ബാലൺ ഡിയോറിന്റെ വനിതാ വിഭാഗം, അതുപോലെ തന്നെ 2023 ഫിഫ ബെസ്റ്റ് അവാർഡിലെ മികച്ച വനിതാ താരത്തിനുള്ള പുരസ്കാരം, ഇനി അതുപോലെ തന്നെ 2023 വനിതാ വേൾഡ് കപ്പിലെ ഏറ്റവും മികച്ച താരത്തിനുള്ള ഗോൾഡൻ ബോൾ പുരസ്കാരം, ഇതൊക്കെ നേടിയത് ആരാണ്? ഈ പറയുന്ന എയ്റ്റ്ന ബോൺമാറ്റിയാണ്. അപ്പോൾ എയ്റ്റ്ന ബോൺമാറ്റിയാണ് 2024 ലോറൈസ് സ്പോർട്സ് അവാർഡിൽ എന്താണ് ലോറൈസ് വേൾഡ് സ്പോർട്സ് വുമൺ ഓഫ് ദ ഇയർ കാറ്റഗറിയിൽ അവാർഡ് നേടുന്നുള്ള കാര്യം ഓർക്കുക. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു കാറ്റഗറിയിൽ അവാർഡ് നേടുന്ന ആദ്യ വനിതാ ഫുട്ബോളറാണ് ആരെന്ന് പറയുന്നത്? എയ്റ്റ്ന ബോൺമാറ്റി. ആ ഒരു കാര്യം കൂടി വളരെ ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യുക? ഒന്ന് ഓർത്തു വയ്ക്കുക. അപ്പോൾ നമ്മളിവിടെ 2024
അവാർഡുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. എങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, 2023 അവാർഡുകൾ, ഈ രണ്ട് കാറ്റഗറികളുടെ 2023 അവാർഡ് കൂടി നമുക്കൊന്ന് ഓർത്തെടുക്കാം. അപ്പോൾ 2023 ലോറൈസ് വേൾഡ് സ്പോർട്സ് മാൻ ഓഫ് ദ ഇയർ അവാർഡ് നേടിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അത് ലയണൽ മെസ്സി ആണ്. ഇനി അതുപോലെ തന്നെ 2023 ലോറൈസ് വേൾഡ് സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ അവാർഡ് നേടിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ്? അത് ഷെല്ലി ആൻഡ് ഫ്രൈസർ പ്രൈസ് ആണ്. അപ്പോൾ ആ ഒരു കാര്യം കൂടി എന്ത് ചെയ്യുക, ഒന്ന് ഓർത്തു വയ്ക്കുക. ഇനി നമുക്ക് അടുത്ത കാറ്റഗറിയിലേക്ക് വരാം. അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് ലോറൈസ് വേൾഡ് ടീം ഓഫ് ദ ഇയർ. അപ്പോൾ എന്താണ് ലോറൈസ് വേൾഡ് ടീം ഓഫ് ദ ഇയർ എന്ന് പറയുന്ന കാറ്റഗറിയാണ്. ഈ കാറ്റഗറിയിൽ പുരസ്കാരം നേടിയത് സ്പെയിൻ വുമൻസ് ഫുട്ബോൾ ടീം. അപ്പോൾ എന്താണ് സ്പാനിഷ് വുമൻസ് ഫുട്ബോൾ ടീമാണ് എന്ത് ചെയ്തത്, പുരസ്കാരം നേടിയത്. വളരെ ക്ലിയർ ആയിട്ട് ഓർത്ത് വയ്ക്കുക. ഈ ടീമിന്റെ പ്രത്യേകത, ഈ ടീമിന്റെ രണ്ട് പ്രത്യേകതകൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ്? 2023 ഫിഫ വനിതാ ലോകകപ്പ് കിരീടം നേടിയത് ആരാണ്? ഈ പറയുന്ന സ്പാനിഷ് ടീമാണ്. അപ്പോൾ സ്പെയിൻ ആണ് എന്ത് ചെയ്തത്, 2023 വനിതാ ലോകകപ്പ് നേടിയത്. ഇനി അതുപോലെ തന്നെ 2023 നടന്ന പ്രഥമ യുഎഫ വനിതാ വുമൻസ് നേഷൻസ് ലീഗ് കിരീടം നേടിയതും ആരാണ്? അതും ആരാണ്? ഈ പറയുന്ന സ്പെയിൻ ആണ്. അപ്പോൾ 2023-24 സീസണിലെ യുഎഫ എന്താണ് വുമൻസ് നേഷൻസ് ലീഗിൽ കിരീടം നേടിയതും സ്പെയിൻ ആണ്. 2023 നടന്ന ഫിഫ വനിതാ ലോകകപ്പ് കിരീടം നേടിയതും ആരാണ്? ഈ പറയുന്ന സ്പെയിൻ ആണ്. ഒരു കാര്യം വളരെ ക്ലിയർ ആയിട്ട് ഓർത്തു വയ്ക്കുക. ഇനി അടുത്തത് മറ്റൊരു പ്രധാനപ്പെട്ട കാറ്റഗറിയാണ്, അതായത് ലോറൈസ് വേൾഡ് ബ്രേക്ക് ത്രൂ ഓഫ് ദ ഇയർ. അപ്പോൾ എന്താണ് ലോറൈസ് വേൾഡ് ബ്രേക്ക് ത്രൂ ഓഫ് ദ ഇയർ ആരെന്നാണ്? അത് ജൂഡ് ബെല്ലിംഗ്ഹാം. ആരാണ്? ജൂഡ് ബെല്ലിംഗ്ഹാം ആണ്. ഇദ്ദേഹം എന്ന് പറയുന്നത് ഫുട്ബോളർ ആണ്. അതുപോലെ തന്നെ എന്താണ് ഇംഗ്ലണ്ട് ഫുട്ബോളർ ആണ് ആരെന്ന് പറയുന്നത്? ജൂഡ് ബെല്ലിംഗ്ഹാം എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിനാണ് ഏത് കാറ്റഗറി? ലോറൈസ് വേൾഡ് ബ്രേക്ക് ത്രൂ ഓഫ് ദ ഇയർ കാറ്റഗറിയിൽ അവാർഡ് ലഭിച്ചത്. ഇനി അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് ലോറൈസ് വേൾഡ് കംബാക്ക് ഓഫ് ദി ഇയർ ആണ്. ഈ ഒരു കാറ്റഗറിയിൽ അവാർഡ് ലഭിച്ചത് സിമോൺ ബിൽസൺ ആണ്. ആർക്കാണ്? സിമോണെ ബിൽസൺ ആണ്. സിമോണെ ബിൽസൺ എന്ന് പറയുന്നത് USA താരമാണ്. ഇനി ജിംനാസ്റ്റിക്സ് താരമാണ്. അപ്പോൾ ആ ഒരു കാര്യം കൂടി എന്ത് ഓർത്തു വയ്ക്കുക. ഇനി അടുത്ത കാറ്റഗറി ലോറൈസ് വേൾഡ് സ്പോർട്സ് പേഴ്സൺ ഓഫ് ദ ഇയർ വിത്ത് എ ഡിസേബിലിറ്റി. അപ്പോൾ എന്താണ് പറഞ്ഞത്? ലോറൈസ് വേൾഡ് സ്പോർട്സ് പേഴ്സൺ ഓഫ് ദ ഇയർ വിത്ത് എ ഡിസേബിലിറ്റി എന്നുള്ള കാറ്റഗറിയിൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡയേഡ് ഡി ഗ്രൂട്ട്. ആർക്കാണ്? ഡയേഡ് ഡി ഗ്രൂട്ടിനാണ്. ഇദ്ദേഹം എന്ന് പറയുന്നത് നെതർലൻഡിൽ നിന്നുള്ളൊരു താരമാണ്. അതുപോലെ അദ്ദേഹം എന്താണ് വീൽ ചെയർ ടെന്നീസ് താരമാണ്. പുറത്തു വയ്ക്കുക, വീൽ ചെയർ ടെന്നീസ് താരമാണ് ആരെന്ന് പറയുന്നത്? ഗ്രൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പേര് കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത്, നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്ത് കഴിഞ്ഞു. 2024 കഴിഞ്ഞ എന്താണ് കാൻഡിഡേറ്റ് ചെസ് ടൂർണമെന്റ് നമ്മൾ എന്ത് ചെയ്തു? ചർച്ച ചെയ്തതാണ്. അതായത് ടൊറന്റോയിലാണ് നടന്നെന്നുള്ള കാര്യം നമ്മൾ ചർച്ച ചെയ്തു. അതിലെ പുരുഷ വിഭാഗം ജേതാവിനെ നമ്മൾ പരിചയപ്പെട്ടു. ആരാണ്? അത് ഡി ഗുഗേഷ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 2024 വുമൻസ് കാൻഡിഡേറ്റ് ചെസ് കിരീടം നേടിയത് ആരാണ്? അപ്പോൾ കാൻഡിഡേറ്റ് ചെസ്സിന്റെ വുമൻസ് വിഭാഗത്തിൽ കിരീടം നേടിയത് ആരെന്നാണ്? അത് ചൈനീസ് താരമായിട്ടുള്ള ടാൻ ഷോങ്ഹായ്. ആരാണ്? ടാൻ ഷോങ്ഹായ് ആണ് എന്ത് പറയുന്നത് ഈ ഒരു കിരീടം നേടിയത്. ഇനി ഇതിലെ രണ്ടാം സ്ഥാനത്ത് വന്നത് കൊനേരു ഹംപിയാണ്. ഇന്ത്യയുടെ കൊനേരു ഹംപിയാണ് ഇതിൽ രണ്ടാമത്, ഈ ഒരു കാറ്റഗറിയിൽ രണ്ടാം സ്ഥാനത്ത് വന്നത്. അപ്പോൾ ആ ഒരു കാര്യം കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു അവാർഡാണ്, അതായത് ആര്യഭട്ട അവാർഡാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ അവാർഡ് ചർച്ച ചെയ്യുന്നതിന് മുമ്പ് തന്നെ എന്താണ് ആര്യഭട്ട അവാർഡ് എന്ന് പറയുന്നത്? അതായത് ബഹിരാകാശ രംഗത്ത് നൽകിയ സമഗ്ര സംഭാവനകൾ അല്ലെങ്കിൽ ആജീവനാന്ത സംഭാവനകൾക്കാണ് ഈ പറയുന്ന ആര്യഭട്ട അവാർഡ് നൽകുന്നത്. അപ്പോൾ ഈ അവാർഡിന് 2024 അർഹനായത് ആരെന്നാണ്? അത് പവലൂരി സുബ്ബറാവു. ആരാണ്? പവലൂരി സുബ്ബറാവു ആണ് 2024 എന്ത് അവാർഡിന്? ആര്യഭട്ട അവാർഡിന് അർഹനായെന്നുള്ള കാര്യം എന്ത് ചെയ്യാവുന്ന ഓർത്തു വയ്ക്കുക. അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് അടുത്തിടെ ഗോൾഡൻ ട്രവലി മത്സ്യത്തിന്റെ വിത്തുൽപാദന സാങ്കേതിക വിദ്യ വിജയകരമായിട്ട് വികസിപ്പിച്ചെടുത്തത് ഏത് സ്ഥാപനമാണ്? അപ്പോൾ ഒരു സ്ഥാപനത്തെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. എന്താണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്? അതായത് അടുത്തിടെ ഗോൾഡൻ ട്രവലി മത്സ്യത്തിന്റെ വിത്തുൽപാദന സാങ്കേതിക വിദ്യ വിജയകരമായിട്ട് വികസിപ്പിച്ചെടുത്തത് ഏത് സ്ഥാപനമാണ്? അത് CMFRI. ഏതാണ്? CMFRI ആണ്. അതായത് സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. എന്താണ്? സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ് CMFRIയുടെ പൂർണ്ണരൂപം. അപ്പൊ അവരാണ് ഏത് മത്സ്യത്തിന്റെ, അതായത് ഗോൾഡൻ ട്രവലി മത്സ്യത്തിന്റെ വിത്തുൽപാദന സാങ്കേതിക വിദ്യ എന്ത് ചെയ്തത്? വളരെ വിജയകരമായിട്ട് വികസിപ്പിച്ചെടുത്തത്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന ഒരു ജീവിയിനത്തെ പറ്റിയുള്ള കാര്യമാണ്. അതായത് ബ്രസീലിലെ മഴക്കാടുകളിൽ നിന്നും അടുത്തിടെ കണ്ടെത്തപ്പെട്ട പുതിയ ഇനം കാട്ടുപൂച്ച. അപ്പോൾ ഇതാണ് ഒരു പുതിയ ഇനം കാട്ടുപൂച്ചയുടെ പേരാണ്. അതായത് ബ്രസീലിലെ മഴക്കാടുകളിൽ നിന്നും എന്ത് ചെയ്തു? അടുത്തിടെ കണ്ടെത്തിയതാണ്. അപ്പോൾ ഇതിന്റെ പേരെന്ന് പറയുന്നത് ലിയോപാർഡസ് പാർഡിനോയിഡസ്. എന്താണ്? ലിയോപാർഡസ് പാർഡിനോയിഡസ് എന്നുള്ളതാണ് പുതിയതായിട്ട് കണ്ടെത്തിയ ഒരു കാട്ടുപൂച്ച ഇനത്തിന്റെ പേരെന്ന് പറയുന്നത്. ഇതിനെ എവിടെ നിന്നാണ് കണ്ടെത്തിയത്? അതായത് ബ്രസീലിലെ എന്താണ് ഒരു മഴക്കാടിൽ നിന്നാണ് ഇതിനെ കണ്ടെത്തിയത്. അപ്പോൾ ഇതിനെ കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കും. അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിന്റെ ഒരു കണ്ടുപിടുത്തത്തെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം? അതായത് ക്യാൻസർ കോശങ്ങൾക്കെതിരായ ആന്റിബോഡികളുടെ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ കഴിവുള്ള സിന്തറ്റിക് സംയുക്തം രൂപകൽപ്പന ചെയ്ത സ്ഥാപനം ഏതാണ്? അപ്പോൾ എന്താണ് പറഞ്ഞത്? ക്യാൻസർ കോശങ്ങൾക്കെതിരായ
ആന്റിബോഡികളുടെ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ കഴിവുള്ള സിന്തറ്റിക് സംയുക്തം രൂപകൽപ്പന ചെയ്തത് ഏത് സ്ഥാപനമാണ്? അത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആണ്. ഓർക്കുക, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആണ് ഇത് രൂപകൽപ്പന ചെയ്തത്. അപ്പോൾ ഈ ഒരു കാര്യം കൂടി എന്ത് ചെയ്യുന്ന അപ്ഡേറ്റ് ചെയ്യും. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു വിമാനം സർവീസ് നിർത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അതായത് അടുത്തിടെ സർവീസ് അവസാനിപ്പിച്ച എയർ ഇന്ത്യയുടെ വിമാനം ഏതാണ്? അപ്പോൾ എയർ ഇന്ത്യയുടെ ഒരു വിമാനം എന്ത് ചെയ്തിരിക്കുകയാണ്? അടുത്തിടെ സർവീസ് അവസാനിപ്പിച്ചിരിക്കുകയാണ്. അതായത് ആകാശത്തിലെ രാജകുമാരി എന്നൊക്കെ വിശേഷമുള്ള ഒരു വിമാനമാണിത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ബോയിങ് 747. ഏതാണ് ബോയിങ് 747 എന്ന് പറയുന്ന എന്താണ് ഒരു ഇന്ത്യൻ വിമാനം, എയർ ഇന്ത്യയുടെ വിമാനം എന്ത് ചെയ്തിരിക്കുകയാണ്? അടുത്തിടെ സർവീസ് അവസാനിപ്പിച്ചു. അപ്പോൾ ആ ഒരു കാര്യം കൂടി ഓർക്കുക. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, ശരിക്കും പറഞ്ഞാൽ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേഷൻ ആണ്. നമുക്കറിയാം IPL ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ ബോളർ ആരാണ്? യുസ്വേന്ദ്ര ചഹലാണ്. ഇപ്പോൾ അദ്ദേഹം മറ്റൊരു നേട്ടം കൂടി സ്വന്തമാക്കിയിരിക്കുകയാണ്. അതായത് IPL 200 വിക്കറ്റ് നേടിയ ആദ്യ ബൗളർ ആരാണ്? അപ്പോൾ എന്താണ് IPL 200 വിക്കറ്റ് നേടിയ ആദ്യ ബൗളർ ആരാണ്? അത് യുസ്വേന്ദ്ര ചഹലാണ്. വളരെ ക്ലിയർ ആയിട്ട് തന്നെ ഓർക്കുക. നിലവിൽ ഇദ്ദേഹം ഏത് ടീമിന് വേണ്ടിയാണ് കളിക്കുന്നത്? രാജസ്ഥാൻ റോയൽസിന് വേണ്ടിയാണ് കളിക്കുന്നത്. അപ്പോൾ ഇനി ഒരുപക്ഷെ ഇങ്ങനെയാണ് ചോദ്യം, എന്താണ് IPL 200 വിക്കറ്റ് നേടിയ ആദ്യ ഇന്ത്യൻ ബോളർ എന്ന് പറഞ്ഞാലും ആര് തന്നെയാണ്? യുസ്വേന്ദ്ര ചഹൽ തന്നെയാണ്. അപ്പോൾ അത് വളരെ ക്ലിയർ ആയിട്ട് ഓർത്തു വയ്ക്കുക. അപ്പോൾ യുസ്വേന്ദ്ര ചഹലാണ് IPL 200 വിക്കറ്റ് നേടിയ ആദ്യ ബൗളർ എന്ന് പറയുന്നത്. ഇനി എന്താണ് നിലവിൽ അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ ഇന്ത്യൻ ബോളർമാര് തന്നെയാണ്? അതും യുസ്വേന്ദ്ര ചഹൽ തന്നെയാണ്. ഇനി അതുപോലെ തന്നെ T20 ക്രിക്കറ്റ്, അതായത് T20 ക്രിക്കറ്റ് എന്ന് പറയുമ്പോൾ IPL-ഉം അതുപോലെ എന്താണ് അന്താരാഷ്ട്ര T20 കൂടെ ചേർക്കുമ്പോൾ ആ ഒരു T20 ക്രിക്കറ്റിൽ 300 വിക്കറ്റുകൾ നേടിയ ആദ്യ ഇന്ത്യൻ ബോളർമാര് തന്നെയാണ്. അതും യുസ്വേന്ദ്ര ചഹൽ തന്നെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക ഇതിനൊപ്പം ഒന്ന് ഓർത്തു വയ്ക്കുക. അപ്പോൾ നമുക്ക് ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞു ഒരു കപ്പലിന്റെ പേരാണ്. കപ്പലിന്റെ പേരെന്താണ്? ലോഹൻകാ. എന്താണ് ലോഹൻകാ എന്ന് പറയുന്ന കപ്പൽ? ഈ കപ്പൽ ഒരു വിനോദയാത്രാ കപ്പലാണ്. അപ്പോൾ ഓർക്കുക, വിനോദയാത്രാ കപ്പലാണെന്ന് പറയുന്നത് ലോഹൻകാ. അപ്പോൾ 2024 ഏപ്രിലിൽ ഏത് തുറമുഖത്ത്? ബേപ്പൂർ തുറമുഖത്ത്. അപ്പോൾ 2024 ഏപ്രിലിൽ എന്താണ് ബേപ്പൂർ തുറമുഖത്ത് എത്തിയ വിദേശ വിനോദയാത്രാ കപ്പലാണ് ഇതെന്ന് പറയുന്നത് ലോഹൻകാ എന്ന് പറയുന്ന കപ്പൽ. അതിനുശേഷം നമ്മളൊരു നിയമനം പറഞ്ഞു. ആരെ പറ്റിയാണ് പറഞ്ഞത്? നൈമ ഖാത്തൂൻ. ആരാണ്? നൈമ ഖാത്തൂനെ പറ്റിയാണ്. ഏത് സർവകലാശാല? അലിഗഡ് മുസ്ലിം സർവകലാശാല. അപ്പോൾ ഓർക്കുക, അലിഗഡ് മുസ്ലിം സർവകലാശാലയുടെ എന്തായിട്ട് ആദ്യ വനിതാ വൈസ് ചാൻസലർ ആയിട്ട് നിയമിതയായത് ആരാണ്? നൈമ ഖാത്തൂൻ ആണ്. അപ്പോൾ ഓർക്കുക, നൈമ ഖാത്തൂൻ ആണ് അലിഗഡ് മുസ്ലിം സർവകലാശാലയുടെ ആദ്യ വനിതാ വൈസ് ചാൻസലർ. ഇനി അതിനുശേഷം പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട കാറ്റഗറി ആയിരുന്നു ലൊറൈ സ്പോർട്സ് അവാർഡ് ആണ്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാറ്റഗറികളെല്ലാം നമ്മൾ ചർച്ച ചെയ്തു. ഇപ്പോൾ 2024 പ്രഖ്യാപിച്ച ലൊറൈസ് വേൾഡ് സ്പോർട്സ് അവാർഡാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ലൊറൈസ് വേൾഡ് സ്പോർട്സ് മാൻ ഓഫ് ദ ഇയർ ആരാണ്? നൊവാക് ജോക്കോവിച്ച് ആണ്, സെർബിയൻ ടെന്നീസ് താരം. നമുക്ക് അറിയാവുന്ന കാര്യമാണ്. 2023 അവാർഡ് ആർക്കാണ്? അർജന്റീനിയൻ ഫുട്ബോൾ താരമായിട്ടുള്ള ലയണൽ മെസ്സിക്കായിരുന്നു. ഇനി ലൊറൈസ് വേൾഡ് സ്പോർട്സ് വുമൺ ഓഫ് ദ ഇയർ അവാർഡ് ആർക്കായിരുന്നു? അത് എയ്റ്റ്ന ബോൺമാറ്റിക് ആണ്. നമുക്കറിയാം സ്പാനിഷ് വനിതാ ഫുട്ബോളർ ആണ്. ആരെന്ന് പറയുന്നത്? എയ്റ്റ്ന ബോൺമാറ്റി എന്ന് പറയുന്നത്. വളരെ ക്ലിയർ ആയിട്ട് ഓർക്കുക. ഇനി 2023 അവാർഡ് ആർക്കായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കാണ്? ഷെല്ലി ആൻഡ് ഫ്രൈസർ പ്രൈസ് ആണ്. ഇനി ഷെല്ലി ആൻഡ് ഫ്രൈസർ എന്ന് പറയുന്നത് ഏത് രാജ്യത്തിന്റെ താരമാണ്? ജമൈക്കൻ സ്പ്രിന്റർ ആണ്. ആ ഒരു കാര്യം കൂടി ഒന്ന് ഓർത്തു വയ്ക്കുക. ഇനി അതിനുശേഷം ചർച്ച ചെയ്ത കാറ്റഗറി ഇതായിരുന്നു ലൊറൈസ് വേൾഡ് ടീം ഓഫ് ദ ഇയർ. ഏതാണ്? അത് സ്പെയിൻ വുമൻസ് ഫുട്ബോൾ ടീമാണ്. അപ്പോൾ സ്പാനിഷ് വുമൻസ് ഫുട്ബോൾ ടീമാണ് എന്തെന്ന് പറയുന്നത് ലൊറൈസ് വേൾഡ് ടീം ഓഫ് ദ ഇയർ കാറ്റഗറിയിൽ അവാർഡ് ലഭിച്ചതെന്നുള്ള കാര്യം എന്ത് ചെയ്യുക? ഓർത്തു വയ്ക്കുക. ഇനി ഇവർ തന്നെയാണ് 2023 ഫിഫ വനിതാ ലോകകപ്പ് കിരീടം നേടിയെന്നുള്ള കാര്യം കൂടി ഓർത്തു വെച്ചേക്കുക. അതിനുശേഷം പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു? ലൊറൈസ് വേൾഡ് ബ്രേക്ക് ത്രൂ ഓഫ് ദ ഇയർ ആരാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്? ജൂഡ് ബെല്ലിംഗ്ഹാം. ആരാണ്? ജൂഡ് ബെല്ലിംഗ്ഹാം ആണ്. ഇനി അതിനുശേഷം മറ്റു രണ്ട് പ്രധാനപ്പെട്ട കാറ്റഗറികൾ പറഞ്ഞു. ഏതൊക്കെയാണ്? അത് ലൊറൈസ് വേൾഡ് കം ബാക്ക് ഓഫ് ദ ഇയർ. എന്താണ് ലൊറൈസ് വേൾഡ് കം ബാക്ക് ഓഫ് ദ ഇയർ? ആരാണ്? അത് സിമോൺ ബിൽസ്. ആരാണ്? സിമോണ ബിൽസ് ആണ്. ഈ ഒരു പേര് കൂടി ഒന്ന് ചെയ്യുക, ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. ഇനി അതിനുശേഷം എന്താണ് മറ്റൊരു പ്രധാനപ്പെട്ട കാറ്റഗറിയാണ്, അതായത് ലൊറൈസ് വേൾഡ് സ്പോർട്സ് പേഴ്സൺ ഓഫ് ദ ഇയർ എന്താണ് വിത്ത് എ ഡിസേബിലിറ്റി എന്നുള്ള കാറ്റഗറിയിൽ പുരസ്കാരം ലഭിച്ച ആർക്കാണ്? അത് ഡയേഡ് ഡി ഗ്രൂട്ടനാണെന്നുള്ള കാര്യം കൂടി ഓർക്കുക. നെതർലൻഡ് താരമാണ്. നെതർലൻഡിന്റെ ഏത് കായിക ഇനം? വീൽ ചെയർ ടെന്നീസുമായിട്ട് ബന്ധപ്പെട്ട താരമാണ് ആരെന്ന് പറയുന്നത്? ഗ്രൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കാര്യം കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. ഇനി അതിനുശേഷം പറഞ്ഞത് കാൻഡിഡേറ്റ് ചെസ് ടൂർണമെന്റ് ആണ്. നമുക്കറിയാം 2024 ടൊറന്റോയിൽ നടന്നു. ഇനി അതുപോലെ തന്നെ പുരുഷ വിഭാഗത്തിൽ ആര് കിരീടം നേടി? ഡി ഗുഗേഷ് കിരീടം നേടി. നമുക്കറിയാവുന്ന കാര്യമാണ്. അതിലെ വനിതാ വിഭാഗത്തിൽ കിരീടം നേടിയത് ആരെന്നാണ്? അത് ടാൻ ഷോങ്ഹായ്. ആരാണ്? ടാൻ ഷോങ്ഹായ് ആണ്. അപ്പോൾ ഈ ഒരു പേരൊന്ന് അപ്ഡേറ്റ് ചെയ്യുക. അതിനുശേഷം പറഞ്ഞത് ആര്യഭട്ട അവാർഡാണ്. ആര്യഭട്ട അവാർഡ് എന്ന് പറയുന്നത് ഏത് മേഖലയുമായിട്ട്? ബഹിരാകാശ രംഗത്ത് നൽകിയ ആജീവന സംഭാവനയ്ക്കാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ 2024 ആര്യഭട്ട അവാർഡ് ലഭിച്ചത് ആർക്കാണെന്നും പറഞ്ഞു. ആർക്കാണ്? അത് പവലൂരി സുബ്ബറാവു. ആർക്കാണ്? പവലൂരി സുബ്ബറാവുവിനാണ്. ഇനി അതിനുശേഷം എന്താണ് പറഞ്ഞത്? ഒരു സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞു. അതായത് എന്താണ്? സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് പറഞ്ഞത്. അതായത് അടുത്തിടെ ഗോൾഡൻ ട്രവലി മത്സ്യത്തിന്റെ വിത്ത് ഉൽപാദന സാങ്കേതിക വിദ്യ വിജയകരമായിട്ട് വികസിപ്പിച്ചെടുത്തത് ഏത് സ്ഥാപനം
സ്ഥാപനമാണെന്ന് പറഞ്ഞു. ഏതാണ്? CMFRI ആണെന്ന് പറഞ്ഞു. അപ്ഡേറ്റ് ചെയ്ത് ഇന്ന വയ്ക്കുക. ഇനി അതിനുശേഷം ഒരു പുതിയ ഇനത്തെ കണ്ടെത്തിയത് പറഞ്ഞു. അതായത് ഒരു പുതിയ ഇനം കാട്ടുപൂച്ചയെ കണ്ടെത്തിയ കാര്യം പറഞ്ഞു. എവിടെ നിന്നാണ് കണ്ടെത്തിയത്? ബ്രസീലിയൻ മഴക്കാടുകളിൽ നിന്നാണെന്ന് പറഞ്ഞു. ഇനി എന്താണ് അതിന്റെ പേര് നമ്മൾ പറഞ്ഞത്? ലിയോപാർഡസ് പാർഡിനോയിഡസ്. എന്താണ്? ലിയോപാർഡസ് പാർഡിനോയിഡസ് എന്ന് പറയുന്ന എന്താണ് ഒരു പുതിയ ഇനം കാട്ടുപൂച്ചയെ കണ്ടെത്തിയ കാര്യം പറഞ്ഞു. ഇനി അതിനുശേഷം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ക്യാൻസർ കോശങ്ങൾക്കെതിരെ ആന്റിബോഡികളുടെ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ കഴിവുള്ള സിന്തറ്റിക് സംയുക്തം രൂപകൽപ്പന ചെയ്തത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആണെന്ന് പറഞ്ഞു. ഇനി അതിനുശേഷം ഒരു എന്താണ് വിമാനം നിർത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പറഞ്ഞു. അതായത് എയർ ഇന്ത്യയുടെ എന്താണ് ഒരു വിമാനം സർവീസ് അവസാനിപ്പിക്കുകയാണ്. അതിന്റെ പേരെന്ന് പറയുന്നത് ബോയിങ് 747. എന്താണ്? ബോയിങ് 747. അപ്പോൾ ആ ഒരു കാര്യം ഓർക്കുക. അതിനുശേഷം IPL-മായി ബന്ധപ്പെട്ട ഒരു അപ്ഡേഷൻ ആണ്. അപ്പോൾ കാര്യമായിട്ട് തന്നെ ഓർക്കുക. IPL 200 വിക്കറ്റ് നേടിയ ആദ്യ ബൗളർ ആരാണ്? അത് യുസ്വേന്ദ്ര ചഹൽ. അപ്പോൾ യുസ്വേന്ദ്ര ചഹലാണ് IPL 200 വിക്കറ്റ് നേടിയ ആദ്യ ബൗളർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കാര്യം കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കും. ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. അതിന് ഉത്തരം കൂടി കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം, പ്രീ സ്കൂൾ വിദ്യാഭ്യാസത്തിനായിട്ട് ദേശീയ വിദ്യാഭ്യാസ നയം, ദേശീയ പാഠ്യപദ്ധതി ചട്ടക്കൂട് എന്നിവ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയ പാഠ്യപദ്ധതി ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് എ ആദർശശില, ബി കിളിക്കൂട്, സി ആരവം, ഡി കണിക്കൊന്ന. അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം കമന്റ് ചെയ്യുക. ഇനി രണ്ടാമത്തെ ചോദ്യം, ഊർജ്ജ പ്രതിസന്ധിയെ തുടർന്ന് അടുത്തിടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് എ ഇറാൻ, ബി ഇസ്രായേൽ, സി ഇക്വഡോർ, ഓപ്ഷൻ ഡി യമൻ. അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം കൂടി കമന്റ് ചെയ്യുക. ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന 2 ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് 2024 ഷോംപെൻ ആദിവാസി വിഭാഗം വോട്ട് ചെയ്ത ലോക്സഭാ മണ്ഡലം ഏതാണ്? അപ്പോൾ എന്താണ് പറഞ്ഞത്? 2024 ഷോംപെൻ ആദിവാസി വിഭാഗം വോട്ട് ചെയ്ത ലോക്സഭാ മണ്ഡലം ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് എ രേവ, ബി ബാലസോർ, സി സാമ്പൽപൂർ, ഓപ്ഷൻ ഡി ആൻഡമാൻ നിക്കോബാർ. അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ആൻഡമാൻ നിക്കോബാർ എന്നാണ് അവർ ലോക്സഭാ മണ്ഡലത്തിലാണ് ഷോംപെൻ ആദിവാസി വിഭാഗം എന്ത് ചെയ്തത്? വോട്ട് ചെയ്തത്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കാര്യം ചർച്ച ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ആദിവാസി വിഭാഗം ആദ്യമായിട്ടാണ് വോട്ട് ചെയ്യാനെത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്തത്? ഇതൊന്ന് ചർച്ച ചെയ്തത്. ഇനി രണ്ടാമത്തെ ചോദ്യം, കാൻഡിഡേറ്റ് ചെസ് കിരീടം നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരം ആരെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് എ ഡി ഗുഗേഷ്, ബി ഹിക്കാരു നക്കാമുറ, ഓപ്ഷൻ സി പ്രഗ്യാനന്ദ, ഓപ്ഷൻ ഡി വിദിത് ഗുജറാത്തി. അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ ആണ്, ഡി ഗുഗേഷ് ആണ് എന്തെന്ന് പറയുന്നത് കാൻഡിഡേറ്റ് ചെസ് കിരീടം നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരം. അതായത് 2024 കാൻഡിഡേറ്റ് ചെസ് ടൂർണമെന്റ് പുരുഷ വിഭാഗത്തിൽ ആര് കിരീടം നേടി? ഈ പറയുന്ന ഡി ഗുഗേഷ് കിരീടം നേടി എന്നുള്ള കാര്യം ഓർക്കുക. വിശ്വനാഥൻ ആനന്ദിന് ശേഷം ആദ്യമായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഒരു താരം എന്ത് ചെയ്യുന്നത് ഈ ഒരു കിരീടം നേടുന്നത്. ആ ഒരു കാര്യം കൂടി എന്ത് ചെയ്യുക? ഓർത്തു വയ്ക്കുക. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും അതുപോലെ ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കണ്ടോസ് അപ്ഡേറ്റ് തന്നെ പോവുക, നല്ലപോലെ വർക്ക് ചെയ്യുക. ഈ വർഷം ഒരു ജോലി നേടിയെടുക്കുക. ഏപ്രിൽ 24 തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത്. ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ പ്രിപ്പയർ ചെയ്യുക. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം.